ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു ഓണസദ്യയുടെ കൂട്ടത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് എരിശ്ശേരി. അപ്പം നമ്മൾ എരിശ്ശേരി എങ്ങനെയാണ് നല്ല രുചികരമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ മത്തങ്ങയും അതുപോലെ തന്നെ വൻപയറും വെച്ചിട്ടാണ് എരിശ്ശേരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ മത്തങ്ങ മാത്രം വെച്ചിട്ട് എരിശ്ശേരി തയ്യാറാക്കും. എന്നാൽ മത്തങ്ങയും വൻപയറും കൂടി ചേർത്തിട്ട് എരിശ്ശേരി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുന്നത് കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് വൻപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പുതിർത്തിയിട്ടൊന്നുമില്ല, നല്ലതുപോലെ കഴുകിയതിന് ശേഷം വൻപയർ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ നമ്മുടെ മത്തങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തങ്ങ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും അധികമായി പോകരുത് കേട്ടോ. വൻപയർ അരക്കപ്പ് എടുക്കുമ്പോൾ നമ്മൾ മത്തങ്ങ ഒരു 250-300 ഗ്രാമിൻ്റെ ഉള്ളിലായിരിക്കണം മത്തങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്, അധികമായി പോകരുത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു എരിവ് വേണം ഇതിന്, കാരണം എരിശ്ശേരിയിൽ മത്തങ്ങയൊക്കെ ഒരു മധുരമായതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് നിൽക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ചില ആൾക്കാരൊന്നും ചേർക്കലില്ല, പക്ഷേ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ അരിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലതുപോലെ പൊടിച്ച പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടാൽ പയറിലും മത്തനിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിക്ക്. അപ്പം ആവശ്യമായ ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, ഒരു 2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അതിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഒരു 3 ഫിസിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഫിസിൽ കൊടുത്തതിന് ശേഷം ബാക്കി 2 ഫിസിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് 3 ഫിസിലിൽ കറക്റ്റായിട്ട് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഒന്ന് ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഈ ടൈമിങ്ങിൽ. നമ്മൾ ലാസ്റ്റ് എണ്ണ ചേർക്കുന്ന സമയത്തും തേങ്ങ വറുത്തിടുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു കൈപ്പിടി തേങ്ങ, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളീൻ്റെ ചുള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒറ്റൊരു പീസ് മാത്രം മതി. ഞാനിവിടെ 2 എണ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എരിശ്ശേരിക്ക് അത്യാവശ്യം എരിവ് നല്ലതാണ്, കാരണം മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഒതുക്കിയെടുക്കണം. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ വെള്ളം ചേർത്ത് മൊത്തത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഞാനിവിടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയമായപ്പോഴത്തേക്കും നമ്മൾ 3 ഫിസിലിൽ നമ്മുടെ മത്തങ്ങയും അതുപോലെ തന്നെ വൻപയറൊക്കെ ഏകദേശം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഇതിൽ അധികമായിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായ രീതിയിൽ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മത്തങ്ങയും വൻപയറൊക്കെ കറക്റ്റായ രീതിയിൽ ഒരേ ടൈമിങ്ങിൽ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ എരിശ്ശേരി തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ല കറക്റ്റ് ഒരു രീതിയിലായിരിക്കണം നമ്മുടെ എരിശ്ശേരി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈമിങ്ങിൽ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒതുക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്, ഈ അരപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഈ തേങ്ങേൻ്റെ ആ പച്ചച്ചൊവ്വയ്ക്ക് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മൊത്തത്തിൽ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ആ തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഏകദേശം നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ എരിശ്ശേരിക്ക്. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് നല്ല കറക്റ്റായ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ടൈമിങ്ങിൽ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് താളിച്ച് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അപ്പോഴാണ് എരിശ്ശേരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന ടൈമിങ്ങിൽ ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുഞ്ഞി കൈപ്പിടി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതായത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നതിനും വരെ നമ്മളിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തേങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു തേങ്ങ വറുത്തിടുമ്പോഴാണ് നമ്മുടെ എരിശ്ശേരിക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നല്ലതുപോലെ കൈയെടുക്കാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങ വേഗം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റായിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ എരിശ്ശേരിക്ക് പ്രധാനമായിട്ടൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ തേങ്ങ വറുത്തുകോരി ഇടുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടെ കളർ നമുക്ക് ആവാനുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ എരിശ്ശേരിക്ക്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും തയ്യാറാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് നമുക്ക് ഈ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കറിയിലേക്ക് നമ്മുടെ ഈ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിങ്ങിലാണ് നമ്മുടെ ഈ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ വറുത്ത് കോരി ഇടുന്ന ടൈമിങ്ങിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്ന് കേട്ടോ. ഇനി നമ്മളിത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്ത പാടെ നമ്മൾ ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ മൊത്തം നമ്മുടെ ആ കറിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 മിനിറ്റ് മൂടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഈ എരിശ്ശേരി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമുക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യാൻ നല്ലൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പം മറക്കാതെ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സദ്യ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.